ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഹിസ്റ്ററി പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്ലാസ് ആണ് ചെയ്യുന്നത്. SSC MTSന്റെ ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുള്ള ക്ലാസ്. അപ്പം നമുക്ക് ചില കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്ലാസ് ചെയ്തപ്പോൾ ചിലരൊക്കെ കമൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററിയുടെയും കൂടെ ഒന്ന് ചെയ്യണേ, ക്ലാസ് ചെയ്യണേ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് ഈ ഹിസ്റ്ററിയിൽ ഏതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മളൊരു 3 പാർട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ പോയി കാണണേ. അതുപോലെ തന്നെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോൾ ക്ലാസ് വരുമോ അപ്പോഴെല്ലാം നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Who was the president of Congress during the Belgaum Summit of Congress in 1924? 1924 ബെൽഗാം സമ്മിറ്റ്, കോൺഗ്രസിന്റെ ബെൽഗാം സമ്മിറ്റിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് ആൻസർ ചെയ്യുക. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ബെൽഗാം സമ്മിറ്റ് 1924. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ INC, ഇത് INCയുടെ ടോപ്പിക്കാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ INCയുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്, കുറച്ച് കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ് INC. അപ്പൊ അതിൽ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, കാരണം അതിന് ഒരു ക്ലാസ് തന്നെ വേണം നമുക്ക് INC പറയാനായിട്ട്. അപ്പൊ അതിന്റെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പം INC എന്നാണ് ഫോം ചെയ്തതെന്ന് അറിയാമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ INC ഫോം ചെയ്യുന്നത് 1885-ലാണ്. അപ്പം INCക്ക് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ നാഷണൽ യൂണിയനും നാഷണൽ കോൺഫറൻസും, ഇന്ത്യൻ നാഷണൽ യൂണിയനും നാഷണൽ കോൺഫറൻസും കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? INC ഫോം ചെയ്യുന്നത്. സോ INCയുടെ പ്രിഡിസസർ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884 വരുന്ന ഇന്ത്യൻ നാഷണൽ യൂണിയനും നാഷണൽ കോൺഫറൻസും കൂടാണ് എന്ത് ഫോം ചെയ്യുന്നത്? INC ഫോം ചെയ്യുന്നത്. അപ്പൊ എന്നാണെന്ന് ചോദിച്ചാൽ 1885 ഡിസംബർ 28-നാണ് INC ഫോം ചെയ്യുന്നത്. അപ്പൊ INCയുടെ ഫൗണ്ടർ ആരാണെന്ന് അറിയണ്ടേ? INCയുടെ ഫൗണ്ടർ ആണ് AO ഹ്യൂ, അലൻ ഒക്ടോവിയൻ ഹ്യൂ എന്ന് പറയും. ബ്രിട്ടീഷ് സിവിൽ സെർവന്റ് ആണ്, സ്കോട്ട്ലൻഡുകാരനായ ബ്രിട്ടീഷ് സിവിൽ സെർവന്റ് ആണ് AO ഹ്യൂ. അപ്പൊ AO ഹ്യൂം ആണ് INCയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി എന്നോ ഫൗണ്ടർ എന്നോ അല്ലെങ്കിൽ INCയുടെ ഫാദർ എന്നോ ഒക്കെ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചാൽ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. 1885 ഡിസംബർ 28-നാണ് INC ഫോം ചെയ്യുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ ബോംബെയിലാണ്. ബോംബെ അല്ലെ, മുംബൈയിലാണ് ഫോം ചെയ്യുന്നത്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? INCയുടെ ആദ്യ സെഷൻ നടക്കുന്നത്. ഗോകുൽദാസ് തേജ്പാൽ ആക്ച്വലി ഇത് പൂനെയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. INCയുടെ ആദ്യ സെഷൻ അവിടെ പ്ലേഗിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് എങ്ങോട്ടേക്ക് മാറ്റിയതാണ്? ഈ ബോംബെയിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ ബോംബെയിലെ ആദ്യത്തെ സെഷൻ നടക്കുന്ന ബോംബെയിലാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചിട്ടാണ് INCയുടെ ആദ്യ സെഷൻ നടക്കുന്നത് 1885 ഡിസംബർ 28-ന്. അപ്പൊ ഫൗണ്ടർ ആരാണ്, അല്ലെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ AO ഹ്യൂം ആണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് ഈ INCക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. INCക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് സജസ്റ്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ INCക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് INC എന്നുള്ള നെയിം സജസ്റ്റ് ചെയ്തത് ദാദാബായ് നവറോജിയാണ്. ആരാണ്? ദാദാബായ് ആണ്. ദാദാബായ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്യവയോധികൻ എന്നും ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റോൺ എന്നും ഒക്കെ അറിയപ്പെടുന്ന ദാദാബായ് നവറോജിയാണ് INC എന്നുള്ള നെയിം സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ INCക്ക് നെയിം സജസ്റ്റ് ചെയ്ത ആരാണ്? ദാദാബായ് നവറോജിയാണ്. നമ്മൾ പറഞ്ഞു 1885-ലാണ് എന്ത് നടക്കുന്നത്? INCയുടെ ഫസ്റ്റ് സെഷൻ നടക്കുന്നത്. അപ്പൊ INCയുടെ ഫസ്റ്റ് സെഷനിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ 72 ഡെലിഗേറ്റ്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. 1885 ആദ്യത്തെ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 72 ഡെലിഗേറ്റ്സ് ആണ്. ഒള്ളി മലയാളി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. ഒള്ളി മലയാളി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ബാരിസ്റ്റർ GP പിള്ള.
മഹാത്മാഗാന്ധി തന്റെ ഓട്ടോബയോഗ്രഫിയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി.പി. പിള്ള. അദ്ദേഹമാണ് INCയുടെ ഫസ്റ്റ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഉള്ളി മലയാളി. എത്ര പേരുണ്ടായിരുന്നു? 72 പേര്. ഇനി INC 1885 ഫോം ചെയ്യുന്ന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണെന്ന് ചോദിക്കാറുണ്ട്. ബ്രിട്ടീഷ് വൈസ്രോയി ലോർഡ് ഡഫറിൻ ആണ്. ആരാണ് ബ്രിട്ടീഷ് വൈസ്രോയി? ലോർഡ് ഡഫറിൻ ആണ് ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ, ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് പറയുന്നത് INCയുടെ ആരാണെന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യയാണ്. ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ് ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ, ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് INCയുടെ വിളിക്കുന്നത്. ഇനി INCയുടെ ഫസ്റ്റ് സെഷൻ നടക്കുന്നു 1885. അവിടെ റെസല്യൂഷൻ അവതരിപ്പിച്ചത്, INCയുടെ ഫസ്റ്റ് സെഷനിൽ റെസല്യൂഷൻ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ G. സുബ്രഹ്മണ്യ അയ്യർ ആണ്. ആരാണ്? G. സുബ്രഹ്മണ്യ അയ്യർ. അപ്പൊ റെസല്യൂഷൻ അവതരിപ്പിച്ച സുബ്രഹ്മണ്യ അയ്യർ, അതുപോലെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്ന പട്ടാഭി സീതാരാമയ്യ. INC ഫോം ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ലോർഡ് ഡഫറിൻ ആണ്. അപ്പം 1885 AOHUം INC ഫോം ചെയ്തു. ഈ INC ഫോം ചെയ്തപ്പോൾ ഒരു തിയറിയുടെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബേസ് ചെയ്ത് തിയറി ഏതാന്ന് ചോദിച്ചാൽ സേഫ്റ്റി വാൽവ് തിയറിയാണ്. എന്ത് തിയറിയാണ്? സേഫ്റ്റി വാൽവ് തിയറി, സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയും. ഇത് ആരുടെ തിയറിയാന്ന് ചോദിച്ചാൽ AOHUമിന്റെ തിയറിയാണ്. ഈ തിയറിയുടെ ബേസിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? INC ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ AOHU എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സിവിൽ സെർവന്റ് ആണ്, സ്കോട്ട്ലൻഡുകാരനാണ്. അപ്പൊ ബ്രിട്ടീഷ് സിവിൽ സെർവന്റ് ആയ AOHU INC പോലെയുള്ള ഒരു സംഘടന തുടങ്ങണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉദ്ദേശം, ആ തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്കിടയിൽ ബ്രിട്ടീഷുകാരോടുള്ള അമർഷം അല്ലെങ്കിൽ ദേഷ്യം ഒരു സംഘടനയിലൂടെ തടയുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. മനസ്സിലായോ? ഇവിടെ വളരെ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരുണ്ട്, അവർക്ക് ബ്രിട്ടീഷുകാരോട് എന്താണ് ഒരു ദേഷ്യവും അമർഷവും എല്ലാം ഉണ്ട്. അത് ഒരു സംഘടനയിലൂടെ തടയുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതാണ് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിലാണ് എന്ത് കൊണ്ടുവരുന്നത്? INC പോലെയുള്ളൊരു ഓർഗനൈസേഷൻ AOHU ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അതിനകത്ത് ഓർത്തിരിക്കേണ്ടത്, ഞാൻ പറഞ്ഞു INC ഫോം ചെയ്യുമ്പോൾ വൈസ്രോയി ആരാണ്? ലോർഡ് ഡഫറിൻ ആണെന്ന് പറഞ്ഞു. ലോർഡ് ഡഫറിൻ പ്രഭുവാണ് INCയെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിക്കുന്നത്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ INCയെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ലോർഡ് ഡഫറിൻ ആണ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആരാണ് വിളിച്ചത്? ലോർഡ് ഡഫറിൻ. ഇനി INC ഒരു ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞു, യാചകരുടെ സംഘടനയാണ് ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. INC ഒരു ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞത് അരബിന്ദോ ഘോഷ് ആണ്. ആരാണ് പറഞ്ഞത്? അരബിന്ദോ ഘോഷ്. ഇനി INCയെ പ്ലേയിങ് വിത്ത് ബബിൾസ്, INCയെ പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്ര പാൽ ആണ്. ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാലാണ് എന്ത് പറഞ്ഞത്? പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത്. അപ്പം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് INC വിളിച്ചത് ലോർഡ് ഡഫറിൻ ആണ്, ആ സമയത്തെ വൈസ്രോയി. ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് INC എന്ന് പറഞ്ഞത് അരബിന്ദോ ഘോഷ് ആണ്. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ ആണ്. ഓക്കെ, ഇനി INC പറ്റി അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ ആയിട്ട് 3 ഫേസുകളാണ് INCക്ക് ഉള്ളത്. എത്ര ഫേസസ് ഉണ്ട് INCക്ക്? 3 ഫേസസ് ഉണ്ട് INCക്ക് പ്രധാനമായും എത്ര ഫേസുകളാണ്? 3 ഫേസ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫേസ് ഓഫ് മോഡറേറ്റ്. എന്താണ് ഫേസ് ഓഫ് മോഡറേറ്റ്? ഞാൻ പറഞ്ഞു 1885 INC തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഫേസ് ഓഫ് മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ 1885 തൊട്ട് 1905 വരെയുള്ള കാലഘട്ടം. 1905 എന്ന് പറയുമ്പോൾ ചരിത്രത്തിലെ പ്രാധാന്യം ബംഗാൾ പാർട്ടീഷൻ നടക്കുകയാണ്, ബംഗാൾ വിഭജനം. അതൊക്കെ ഓരോ പോയിന്റ്സ് വരുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഫേസ് ഓഫ് മോഡറേറ്റ് ആണ്, മിതവാദി ഘട്ടം എന്ന് പറയും, 1885 to 1905. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫേസ് ഓഫ് എക്സ്ട്രീമിസ്റ്റ് ആണ്, ഫേസ് ഓഫ് തീവ്രവാദ ഘട്ടം എന്ന് പറയും.
നമുക്കറിയാം 1970 ഒക്കെ ആയപ്പോൾ ഗാന്ധിജിയുടെ എൻട്രിയാണ് അല്ലെ, ചമ്പാരൻ സത്യാഗ്രഹയോടുകൂടി ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഫ്രീഡം മൂവ്മെന്റിലോട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവരെയുള്ള കാലഘട്ടമാണ് ഫേസ് ഓഫ് എക്സ്ട്രീമിസ്റ്റ്, തീവ്രവാദ ഘട്ടം എന്ന് പറയും. ആൻഡ് തേർഡ് ഫേസിനെ പറയുന്നത് ഗാന്ധിയൻ ഇറ എന്നാണ്. എന്താണ് ഗാന്ധിയൻ ഇറ എന്ന് വെച്ചാൽ 1917 to 48 വരെയുള്ള കാലഘട്ടമാണ്. അപ്പൊ 1917 to 1948 വരെയുള്ള കാലമാണ് ഗാന്ധിയൻ ഇറ എന്ന് പറയുന്നത്. നമുക്കറിയാം ആ സമയത്താണ് ഗാന്ധിജിയുടെ എല്ലാ മൂവ്മെന്റ്സും 1917 to 1948 എന്ന് പറയുന്നത്. അങ്ങനെ INCയെ ഒരു 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. മോഡറേറ്റ് ഫേസ് എന്നും എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്നും ഗാന്ധിയൻ ഇറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ മിതവാദി ഘട്ടം അല്ലെങ്കിൽ ഈ മോഡറേറ്റുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഈ മോഡറേറ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ, പിന്നെ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, ഇവർക്ക് മോഡറേറ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കും, ലാൽ ബാൽ പാൽ എന്ന് പഠിക്കും അല്ലെ. ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഇവർ 3 പേരും എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ മോഡറേറ്റുകൾ എന്ന് പറയുമ്പോൾ ദാദാഭായ് അല്ലെങ്കിൽ WC ബാനർജി, ഗോഖലെ പോലുള്ള മോഡറേറ്റ് ഗ്രൂപ്പിലും, എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുമ്പോൾ ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാലെ പോലുള്ള ആൾക്കാർ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിലുമാണ് വരുന്നത്. അപ്പം ഓവറോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ INCയെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. INC ഫോം ചെയ്ത് ഓർത്തിരിക്കുക 1885 മുംബൈയിലാണ്, ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിലാണ് ഫോം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഫൗണ്ടർ ആരാ, ജനറൽ സെക്രട്ടറി ആരാ, ആദ്യത്തെ ചോദിച്ചാൽ AO ഹ്യൂമാണ്. INCക്ക് നെയിം സജസ്റ്റ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. സേഫ്റ്റി വാൽവ് തിയറിയുടെ ബേസിലാണ് INC വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ പട്ടാഭി സീതാരാമയ്യ, ആദ്യ റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് G സുബ്രഹ്മണ്യ അയ്യർ. ഫസ്റ്റ് സെഷനിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു? 72 ഡെലിഗേറ്റ്സ്. ഒള്ളി മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ, ആ സമയത്തെ വൈസ്രോയി ലോർഡ് ഡെഫ്രിൻ ആണ്. അതുപോലെ തന്നെ ഡെഫ്രിൻ ആണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചു. ബെഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അർപ്പിത ഘോഷ് വിളിച്ചു. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് ബിപിൻ ചന്ദ്രപാൽ വിളിച്ചു. ഇനി INCക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു, മോഡറേറ്റ് ഫേസ്, എക്സ്ട്രീമിസ്റ്റ് ഫേസ് ആൻഡ് ഗാന്ധിയൻ ഇറ. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, 1924. അപ്പൊ ഈ 1885 ഫോം ചെയ്ത INCക്ക് എല്ലാ വർഷവും എന്തുകൊണ്ട് സെഷനുകളുണ്ട്, ഓരോ വർഷവും സെഷനുകളുണ്ട്. അപ്പൊ ആ സെഷനുകളും പ്രിസൈഡ് ചെയ്ത ആൾക്കാരെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓരോ വർഷത്തെയും പ്രസിഡന്റ് ആരാണെന്ന് എല്ലാ വർഷമൊന്നും വേണ്ട, ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് വർഷങ്ങളുണ്ട്. ആ വർഷങ്ങൾ എവിടെ വെച്ച് നടന്നു എന്നും അത് പ്രിസൈഡ് ചെയ്ത ആരാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ 1924 ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ 1924 ബെൽഗാം സമ്മിറ്റ് ആണ്. 1924 ബെൽഗാം സമ്മിറ്റ് ആണ്. ഗാന്ധിജിയാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് ആകുന്നത്. ഗാന്ധിജി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുകയാണ്. ആൻഡ് ഒറ്റപ്രാവശ്യം മാത്രമേ ഗാന്ധിജി പ്രസിഡന്റ് ആയിട്ടുള്ളൂ. ആൻഡ് ആദ്യമായിട്ട് പ്രസിഡന്റ് ആയത് ഏത് സമ്മിറ്റിലാണെന്ന് വെച്ചാൽ ബെൽഗാം സമ്മിറ്റിലാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക, 1901 INCയുടെ സെഷൻ കൊൽക്കത്ത സെഷൻ ആണ്. അത് പ്രിസൈഡ് ചെയ്തത് ദിൻഷായി വാച്ചയാണ് കേട്ടോ, ദിൻഷായി വാച്ച. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഗാന്ധിജി ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത INC സെഷൻ ചോദിച്ചാൽ, ഗാന്ധിജി ആദ്യമായിട്ട് 1885 ഫോം ചെയ്യുന്ന INCയുടെ സെഷനുകളിൽ ആദ്യമായിട്ട് ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സെഷൻ 1901 സെഷനാണ്, കൊൽക്കത്ത സെഷൻ. അത് പ്രിസൈഡ് ചെയ്തത് ദിൻഷായി വാച്ചയാണ്. അത് ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്ത സെഷനാണ്. ഗാന്ധിജി പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ സെഷൻ 1924 ബെൽഗാം സമ്മിറ്റ് ആണ്. ക്ലിയർ ആയി കാണുമല്ലോ നിങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which Congress session was the demand for Purna Swaraj adopted? Purna Swaraj എന്ന് പറയുന്ന ഡിമാൻഡ് ആദ്യമായി മുന്നോട്ട് വെച്ച INCയുടെ സെഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ പൂർണ്ണ സ്വരാജ് അത് ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഡിമാൻഡ് ചെയ്ത ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ലാഹോർ സെഷൻ ആണ് കേട്ടോ, ലാഹോർ സെഷൻ. ലാഹോർ സെഷൻ നടക്കുന്നത് 1929 1929 ലാഹോർ സെഷൻ. ആരാണ് പ്രിസൈഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആവുന്നത് ഈ ലാഹോർ സെഷനിലാണ്. 1929 ലാഹോർ സെഷനിലാണ് നെഹ്റു ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആവുന്നത്. നെഹ്റു പിന്നെയും INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 36-37 ഫൈസ്പൂർ സെഷൻ നടക്കുന്നുണ്ട്. INC ആദ്യമായിട്ട് വില്ലേജിൽ നടന്ന സെഷനാണ് ഫൈസ്പൂർ സെഷൻ. അവിടെ പ്രിസൈഡ് ചെയ്യുന്ന നെഹ്റു ആണ്. സോ ഈ പ്രത്യേകത, നെഹ്റു ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആവുന്ന സെഷനാണ് 1929 ലാഹോർ സെഷൻ. ഈ ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് പറയുന്നത് ഇന്ത്യയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്ന പൂർണ്ണ സ്വരാജ് ആണ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടത് എന്താണ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്, പൂർണ്ണ സ്വരാജ് ആണെന്ന് ഡിമാൻഡ് ചെയ്യുന്ന സെഷനാണ് 1929 സെഷൻ. എന്നിട്ട് നെഹ്റു അവിടെ വെച്ച് പറയുന്നുണ്ട് പൂർണ്ണ സ്വരാജ് ആണ് നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും
ഇപ്പൊ 1930 മുതൽ എല്ലാ വർഷങ്ങളിലും എവ്രി ഇയർ ജനുവരി 26 പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് ആഘോഷിക്കണം എന്ന് പറയുന്നുണ്ട്. വരുന്ന എല്ലാ വർഷങ്ങളിലും ജാനുവരി 26 പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് ആഘോഷിക്കണം. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ 1950 ജനുവരി 26 മുതൽ എന്ത് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. എല്ലാ വർഷവും പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഒരു മെമ്മറിക്കായിട്ടാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതുപോലെ ഈ 1929 ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. അതുപോലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് അംഗീകാരം നൽകുന്നത്. നമുക്കറിയാം ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുന്നത് 1930-ലാണ്. ഗാന്ധിജിയുടെ സിവിൽ ഡിസോബീഡിയൻസ് ഉപ്പ് സത്യാഗ്രഹമൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 1930 1930-ലാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് അംഗീകാരം കൊടുക്കുന്ന സെഷനും ഏതാണെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ സെഷനാണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് പാസ്സാക്കുന്നു, അതുപോലെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന് അംഗീകാരം കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who presided over the conference of nationalist representative in Surat in December 1907? സൂറത്ത് സെഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് 1907. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് 1907 സൂറത്ത് സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൂറത്ത് സെഷൻ ആര് പ്രിസൈഡ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂറത്ത് സെഷന്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ആണ്. ആരാണ് പ്രസിഡന്റ്? റാഷ് ബിഹാരി ഘോഷ്. ഈ സൂറത്ത് സെഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൂറത്ത് സെഷനിൽ വെച്ചിട്ടാണ്, ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, സൂറത്ത് സ്പ്ലിറ്റ് എന്നും കൂടി അറിയപ്പെടാറുണ്ട്. സൂറത്ത് സ്പ്ലിറ്റ് കാരണം കോൺഗ്രസ് രണ്ട് വഴിക്കായിട്ട് പോകുന്ന സെഷനാണ് ഈ 1907 സെഷൻ. കോൺഗ്രസ് എന്താണ് രണ്ടായി പോകുന്നു, മോഡറേറ്റ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും പറഞ്ഞ് രണ്ട് വഴിക്ക്, മോഡറേറ്റുകാരും എക്സ്ട്രീമിസ്റ്റുകാരും രണ്ട് വഴിക്ക് പോകുന്ന സെഷൻ. മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റുകാരും കോൺഗ്രസിന്റെ രണ്ട് വഴിക്കാവുന്ന സെഷനാണ് 1907 സൂററ്റ് സെഷൻ. അതിന് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസ് എന്തായി രണ്ട് ഭാഗമായിട്ട് അങ്ങ് തിരിഞ്ഞു. പിന്നെ കോൺഗ്രസ് റിമെയിൻഡ് അണ്ടർ കൺട്രോൾ ഓഫ് മോഡറേറ്റ്. കോൺഗ്രസ് ആരുടെ കൂടെ നിന്നതെന്ന് ചോദിച്ചാൽ മോഡറേറ്റുകാരുടെ കൂടെയാണ് നിന്നത്. അപ്പൊ കോൺഗ്രസ് രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞു പോയ സെഷനാണ് സൂററ്റ് സെഷൻ. അതുകൊണ്ടാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ 1905 എന്ത് നടക്കുന്നുണ്ട്, ബംഗാൾ പാർട്ടീഷൻ, ബംഗാൾ വിഭജനം നടക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം സ്വദേശി പ്രസ്ഥാനം, സ്വദേശി മൂവ്മെന്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും സ്വന്തം ദേശത്തുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വദേശി മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ബംഗാൾ പാർട്ടീഷന് ശേഷം. അപ്പൊ ഇതിൽ കുറച്ച് ആൾക്കാർ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്, സ്വദേശി മൂവ്മെന്റിനെ കുറച്ച് ആൾക്കാർ പിന്തുണയ്ക്കുന്നില്ല. അങ്ങനെ അവിടെ മുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഒരു റിസൾട്ടായിട്ട് സൂററ്റ് സെഷൻ, സൂററ്റിൽ എന്തുവെന്ന് വെച്ചാൽ രണ്ട് ആയിട്ട് അവർ കോൺഗ്രസ് സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്യുന്നു. അപ്പൊ 1907 സെഷൻ സൂററ്റിലാണ്. ആര് പ്രിസൈഡ് ചെയ്തെന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ഘോഷ് ആണ്. ആരാണ്? റാഷ് ബിഹാരി ഘോഷ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the split of Congress occurred in which of the following session? ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണൂല നിങ്ങൾക്ക്. സൂററ്റ് സെഷനാണ് 1907 സൂററ്റിലാണ് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസ് സ്പ്ലിറ്റ് ആയി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the non-corporation movement is adopted in which Congress session? non-corporation movement, നിസ്സഹകരണ പ്രസ്ഥാനം ഏത് കോൺഗ്രസ് സെഷൻ വെച്ചിട്ടാണ് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്ത് ഏത് കോൺഗ്രസ് സെഷനാണെന്ന് ഏതാന്ന് ചോദിച്ചാൽ നാഗ്പൂർ സെഷനാണ്. 1920 നാഗ്പൂർ സെഷൻ. ആക്ച്വലി 1920 രണ്ട് സെഷനുകളുണ്ട് എന്ന് പറഞ്ഞാൽ 1920 കൊൽക്കത്തയിൽ വെച്ചൊരു സ്പെഷ്യൽ സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രിസൈഡ് ചെയ്യുന്നത് ലാലാ ലജ്പത് റോയ് ആണ്. ലാലാ ലജ്പത് റായിയുടെ എന്താണ് ഒരു സെഷൻ 90, അത് സ്പെഷ്യൽ സെഷൻ ആണ് കേട്ടോ. ഇത് കൊൽക്കത്തയിൽ നടക്കുന്നത് ഒരു സ്പെഷ്യൽ സെഷനാണ്. കൊൽക്കത്തയിൽ ഒരു സ്പെഷ്യൽ സെഷൻ നടക്കുന്നുണ്ട്, അത് പ്രിസൈഡ് ചെയ്യുന്നത് ലാലാ ലജ്പത് റായ് ആണ്. അല്ലാതെ നോർമലി പറയുമ്പോൾ നോർമൽ സെഷൻ 1920 നാഗ്പൂർ സെഷൻ ആണ്. അത് പ്രിസൈഡ് ചെയ്തത് വിജയ രാഘവ ആചാര്യാണ്. വിജയ രാഘവ ആചാര്യരാണ് ഈ 1920 നാഗ്പൂർ സെഷൻ പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഈ സ്പെഷ്യൽ സെഷൻ കൊൽക്കത്തയിൽ വന്നു എന്ന് ചോദിച്ചാൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ റെസൊല്യൂഷൻ അവതരിപ്പിക്കുകയാണ് ഈ സെഷനിൽ ചെയ്യുന്നത്. നമുക്കറിയാം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച് തുടങ്ങുന്നത് 1920 നമ്മൾക്കറിയാം അല്ലെ. അപ്പൊ ആ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം പാസ്സാകുന്ന അതിന്റെ റെസൊല്യൂഷൻ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ സെഷൻ കൊൽക്കത്തയിൽ വിളിച്ചു ചേർത്തത്. അത് പ്രിസൈഡ് ചെയ്യുന്ന ലാലാ ലജ്പത് റായ് ആണ്.
പിന്നീട് നാഗ്പൂർ സെഷൻ എന്ന് പറയുമ്പോൾ സി വിജയരാഘവ ആചാര്യരാണ് പ്രിസൈഡ് ചെയ്യുന്നത്. ആ സെഷനിൽ വെച്ചാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന് അംഗീകാരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന സെഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 1920 നാഗ്പൂർ സെഷൻ ആണ്. അപ്പൊ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സെഷൻ കൊൽക്കട്ടയിൽ ഒരു സ്പെഷ്യൽ സെഷൻ നടക്കുന്നുണ്ട്, അതിൽ റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നുണ്ട് ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. അത് അഡോപ്റ്റ് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്ന സെഷനാണ് നാഗ്പൂർ സെഷൻ. പ്രിസൈഡ് ചെയ്യുന്ന സി വിജയ രാഘവ ആചാര്യരാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who was the president of the Congress session held in Calcutta in 1906? കൽക്കട്ട സെഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 1906 കൽക്കട്ട സെഷനെ പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് ദാദാബായ് നവറോജി ആണ് കേട്ടോ. ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി എന്ന് പറയുമ്പോൾ ഈ INCയിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണ്. ഏറ്റവും പ്രായം കൂടിയ INCയുടെ പ്രസിഡന്റ് ദാദാബായ് നവറോജിയാണ്. ഫസ്റ്റ് നോൺ ഹിന്ദു പ്രസിഡന്റ് ഓഫ് INC എന്ന് വെച്ചാൽ ഇദ്ദേഹം പാഴ്സി മതക്കാരനാണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് നോൺ ഹിന്ദു പ്രസിഡന്റ് ഓഫ് INC ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ്. ആൻഡ് ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കേം INC പ്രസിഡന്റ് ത്രൈസ്. 3 പ്രാവശ്യം INCയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയും ദാദാബായി ആണ്. എന്ന് പറഞ്ഞാൽ 1886 INCയുടെ പ്രസിഡന്റ് ആവുന്നുണ്ട്, 1893 INCയുടെ പ്രസിഡന്റ് ആവുന്നുണ്ട്, 1906 INCയുടെ പ്രസിഡന്റ് ആവുന്നുണ്ട്. 3 പ്രാവശ്യം INCയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ്. ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കേം INC പ്രസിഡന്റ് ത്രൈസ്. ഒന്ന് സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് INCയുടെ രണ്ടാമത്തെ സെഷനിലെ പ്രസിഡന്റ് 86, കാരണം 85 ഫോം ചെയ്യുന്നത്. പിന്നെ 1893 ഒരു ലാഹോർ സെഷൻ, അതുപോലെ 1906 കൊൽക്കട്ട സെഷൻ. ഈ 3 സെഷനും ദാദാബായി ആണ്. ആദ്യത്തെ നോൺ ഹിന്ദു പ്രസിഡന്റ് ആണ്, ഏറ്റവും പ്രായം കൂടിയ INCയുടെ പ്രസിഡന്റ് ആണ്. INC എന്നുള്ള പേര് സജസ്റ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാലും ദാദാബായി ആണ്. ഈ 1906 കൽക്കട്ട സെഷനിൽ വെച്ചാണ് സ്വരാജ് എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. സ്വരാജ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത് ഏത് INC സെഷനിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1906 കൽക്കട്ട സെഷനിലാണ്. പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് ദാദാബായ് നവറോജി ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which leader of India's freedom movement was called Grand Old Man of India? Grand Old Man of India എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ ഞാനൊന്ന് പറഞ്ഞു. ദാദാബായ് നവറോജിനെയാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അതുപോലെ ഗ്ലാഡ്സ്റ്റൺ ഓഫ് ഇന്ത്യ, Gladstone of India, Grand Old Man of India, Gladstone of India, then father of Indian economics and father of Indian politics. Father of Indian economics, father of Indian politics. അതുപോലെ തന്നെ ബ്രെയിൻ ഡ്രെയിൻ തിയറി ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ദാദാബായിയുടെയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഗ്ലാഡ്സ്റ്റൺ ഓഫ് ഇന്ത്യ, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ബ്രെയിൻ ഡ്രെയിൻ തിയറി അദ്ദേഹത്തിന്റെയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ സാമ്പത്തിക ചൂഷണത്തിനെതിരെ ദാദാബായി എഴുതിയതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കേം MP ഇൻ ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റിലോട്ട് പോകുന്ന ആദ്യത്തെ MP, ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കേം MP ഇൻ ബ്രിട്ടീഷ് പാർലമെന്റ്. അതുപോലെ അൺഒഫീഷ്യൽ അംബാസിഡർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അൺഒഫീഷ്യൽ അംബാസിഡർ ടു ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത് ദാദാബായിനെയാണ്. അതുപോലെ അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പാഴ്സി ന്യൂസ് പേപ്പർ ഉണ്ട്, റസ്ത് ഗൊഫ്താർ എന്ന് പറയുന്നത്. പാഴ്സി ന്യൂസ് പേപ്പറാണ്, പാഴ്സി ലാംഗ്വേജിൽ, അത് പാഴ്സി മതക്കാരനാണല്ലോ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, റസ്ത് ഗഫ്താർ എന്ന പാഴ്സി ന്യൂസ് പേപ്പർ. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ തുടങ്ങിയത് അദ്ദേഹമാണ്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ ഫൗണ്ടർ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലണ്ടനിൽ തുടങ്ങിയതാണ് കേട്ടോ, ഇവിടെയല്ല ലണ്ടനിലാണ്. എന്നാണ് തുടങ്ങിയത്? 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്നത് ദാദാബായിയുടെ ഓർഗനൈസേഷൻ ആണ്. 1866 തുടങ്ങുന്നത്. അതുപോലെ തന്നെ ദി വാണ്ട്സ് ആൻഡ് നീഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ദാദാബായിയുടെയാണ്. അപ്പം നമ്മൾ ഒരുപാട് പോയിന്റ്സ് ഇപ്പൊ ദാദാബായിനെ പറ്റിയിട്ട് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഗ്ലാഡ്സ്റ്റൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ബ്രെയിൻ ഡ്രെയിൻ തിയറി ദാദാബായിയുടെയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ കേട്ടോ.
അതുപോലെ തന്നെ വോയിസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ, റസ്ത് ഗുഫ്താർ എന്ന പാഴ്സി ന്യൂസ് പേപ്പർ, അതുപോലെ ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം MP ഇൻ ബ്രിട്ടീഷ് പാർലമെന്റ്, അതുപോലെ അൺഒഫീഷ്യൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാബായിനെയാണ്. റസ്ത് ഗുഫ്താർ എന്ന പാഴ്സി ന്യൂസ് പേപ്പർ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന സംഘടന ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്തു 1866 ആൻഡ് ദ ബാൺസ് ആൻഡ് നീഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ദാദാബായിയുടെയാണ്. INC എന്ന നെയിം സജസ്റ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാലും ദാദാബായ് നവറോജിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ, ഈ പോയിന്റ്സ് ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ ജനഗണമന വാസ് ഫസ്റ്റ് സങ് അറ്റ് ദ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ജനഗണമന നമുക്കറിയാം, നമ്മുടെ നാഷണൽ ആന്തം ആണ് ജനഗണമന. അത് ആദ്യമായിട്ട് പാടിയ INC സെഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കട്ട സെഷൻ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നാഷണൽ ആന്തം ജനഗണമന ഏത് സെഷനിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 1911 കൽക്കട്ട സെഷനിലാണ് കേട്ടോ. 1911 കൽക്കട്ട സെഷനിലാണ്. പ്രിസൈഡ് ചെയ്തത് BN ദർ ആണ്, ബിഷൻ നാരായൺ ദർ എന്ന് പറയും. അപ്പൊ BN ദർ പ്രിസൈഡ് ചെയ്യുന്ന കൽക്കട്ട സെഷനിലാണ്, 1911 സെഷനാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാഷണൽ സോങ് ഏതാണ്? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് 1896 കൽക്കട്ട. അതും രണ്ടും കൽക്കട്ട സെഷനാണ് കേട്ടോ, അതാണ് പ്രത്യേകത. നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും ആലപിച്ച സെഷൻ കൽക്കട്ട സെഷനാണ്. അത് പ്രിസൈഡ് ചെയ്യുന്നത് RM സയാനിയാണ്. റഹമത്തുള്ള M സയാനി പ്രിസൈഡ് ചെയ്ത സെഷനിലാണ് ആദ്യമായിട്ട് എന്താലപിക്കുന്നത്? വന്ദേ മാതരം. അപ്പൊ വന്ദേ മാതരം, നമ്മുടെ നാഷണൽ സോങ് ആയ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്ന INCയുടെ സെഷൻ 1896 സെഷനാണ്. അതും കൽക്കട്ട സെഷൻ പ്രിസൈഡ് ചെയ്ത RM സയാനിയാണ്. വന്ദേ മാതരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സുകൾ അറിയാം? വന്ദേ മാതരം ആരുടേതാണ്? വന്ദേ മാതരം ആരാണ് വന്ദേ മാതരം എഴുതിയിരിക്കുന്നത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. അദ്ദേഹം ആനന്ദമതം എന്ന നോവലിൽ ഭവാനന്ദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആക്ച്വലി വന്ദേ മാതരം എന്ന് നാഷണൽ സോങ് ആലപിക്കുന്നത് അല്ലെ. സന്യാസി റിവോൾട്ടിന്റെ ബേസിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ് ആനന്ദമതം. അതൊരു നോവലാണ്. അതിൽ ഭവാനന്ദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് വന്ദേ മാതരം ആലപിക്കുന്നത്. വന്ദേ മാതരം ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ ബംഗാളി, സാൻസ്ക്രിറ്റ് മിശ്ര ഭാഷയാണ്. ബംഗാളി എന്നോ സാൻസ്ക്രിറ്റ് എന്നോ പറയാൻ സാധിക്കത്തില്ല. ബംഗാളി, സാൻസ്ക്രിറ്റ് മിശ്ര ഭാഷയിലാണ് വന്ദേ മാതരം എഴുതിയിരിക്കുന്നത്. ഏത് രാഗമാണ് വന്ദേ മാതരം ചോദിച്ചാൽ ദേശ് രാഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. വന്ദേ മാതരം ദേശ് രാഗമാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അരബിന്ദോ ഘോഷാണ് കേട്ടോ. അരബിന്ദോ ഘോഷാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വന്ദേ മാതരം തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതിയാണ് ഇത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? അരബിന്ദോ ഘോഷാണ്. ഇനി നമ്മുടെ നാഷണൽ സോങ് ആയാലും നാഷണൽ ആന്തം ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന 1950 ജാനുവരി 24 ആണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്ത നിലയിൽ വന്നിരിക്കുന്നത് 1950 ജനുവരി 24 അപ്പോൾ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമതം എന്ന നോവല് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ വന്ദേ മാതരം 1996 കൊൽക്കത്ത സെഷനിൽ ഈ വന്ദേ മാതരം അവിടെ ആദ്യമായിട്ട് ആലപിക്കുന്ന INC സെഷനാണ് 1896 സെഷൻ. അവിടെ അത് ആദ്യമായിട്ട് ആലപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. 1896 വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച INC സെഷനിൽ ആദ്യമായിട്ട് അത് ആലപിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, ഇനി ഇതിൽ വീണ്ടും നമുക്ക് ഇതിലോട്ട് വരാം. നാഷണൽ ആന്തം അല്ലെ ജനഗണമനം ആദ്യമായിട്ട് ആലപിച്ച 1911 സെഷനാണ്. കൽക്കട്ട സെഷൻ പ്രിസൈഡ് ചെയ്ത് BN ദർ ആണ്. ഇനി ജനഗണമന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആരുടെയാണ് ജനഗണമന? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെതാണ് എന്തെന്ന് പറയുന്നത് ജനഗണമന അല്ലെ. ആരുടെയാണ് ജനഗണമന? ജനഗണമന ആരുടെയാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. ഓക്കെ, ഈ ജനഗണമന പാടാൻ എത്ര സെക്കൻഡാണ് എടുക്കുന്നത്? 52 സെക്കൻഡാണ് ജനഗണമന പാടാൻ എടുക്കുന്നത്. ഏത് രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത്? ശങ്കരാഭരണം രാഗത്തിലാണ്. ലാംഗ്വേജ് ജനഗണമന ബംഗാളി ലാംഗ്വേജിലാണ്. പക്ഷെ നമ്മൾ ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ ഹിന്ദി വേർഷനാണ് കേട്ടോ. നമ്മൾ ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഹിന്ദി വേർഷനാണ്. ഇതിന്റെ ഇപ്പോൾ ഉള്ള ഈ ട്യൂൺ ഉണ്ടല്ലോ, ജനഗണമനയുടെ ട്യൂൺ കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് കേട്ടോ. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് അതിന്റെ ട്യൂൺ കൊടുത്തിരിക്കുന്നത്. ഇത് ഇനി ഇവിടെ ഈ സെഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതും നമ്മുടെ വന്ദേ മാതരവും കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന 1950 ജനുവരി 24 ഇത്
ഇനി അവിടെ പാടിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കസിനായ സരളാദേവി ചൗധരാനിയാണ് കേട്ടോ. സരളാദേവി ചൗധരാനിയാണ് ഇത് INC സെഷനിൽ ആലപിച്ചിരിക്കുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ സരളാദേവി ചൗധരാനിയാണ്. ട്യൂൺ കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ പാടുന്ന ആ ഒരു വേർഷൻ ഓഫ് ട്യൂൺ കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂറാണ്. ബംഗാളി ലാംഗ്വേജിലാണ് ജനഗണമന. ആരുടെയാണെന്ന് ചോദിച്ചാൽ ടാഗോറിന്റെയാണ്. അക്സെപ്റ്റ് ചെയ്ത 1950 ജാനുവരി 24. ശങ്കരാഭരണ രാഗത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ജനഗണമന. അപ്പൊ സെഷൻ ഏതാന്ന് ചോദിച്ചാൽ കൽക്കട്ട സെഷൻ. ഓർത്തിരിക്കുക, ജനഗണമനയും അതുപോലെ വന്ദേ മാതരം, ഞാൻ പറഞ്ഞ 1896 സെഷൻ, രണ്ടും സെഷൻ ഏതാന്ന് ചോദിച്ചാൽ കൽക്കട്ട സെഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ഇലക്ടഡ് as the president of INC in December 1929 the annual session of city of Lahore. നമ്മൾ നേരത്തെ പറഞ്ഞ ലാഹോർ സെഷൻ 1929 പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, in which year the Congress and Muslim League signed the historic Lucknow Pact. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ലക്നൗ പാക്ട് സൈൻ ചെയ്ത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1916 1916 INCയുടെ സെഷൻ നടക്കുന്നത് ലക്നൌവിലാണ്. പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് AC മജുംദാർ ആണ്. ആരാണ്? AC മജുംദാർ ആണ് പ്രിസൈഡ് ചെയ്തിരിക്കുന്ന 1960 സെഷൻ. ഏത് സെഷനാണെന്ന് ചോദിച്ചാൽ ലക്നൗ സെഷൻ ആണ്. ഓക്കെ, ഇനി ഈ സെഷനെയാണ് ഈ ലക്നൗ സെഷനിലെ 1960 ലക്നൗ സെഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സെഷനാണ് കേട്ടോ. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്ന സെഷനാണ് 1960 ലക്നൗ സെഷൻ. ആരാണ് പ്രിസൈഡ് ചെയ്തത്? AC മജുംദാർ ആണ്. ദെൻ നമ്മൾ പറഞ്ഞില്ലേ സൂറത്ത് സ്പ്ലിറ്റ് 1907 രണ്ട് വഴിക്ക് പോയ മോഡറേറ്റുകാരും എക്സ്ട്രീമിസ്റ്റുകാരും ഒന്നിക്കുന്ന സെഷനാണ് ലക്നൗ സെഷൻ എന്ന് പറയുന്നത്. അപ്പം ഗാന്ധിജി നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സെഷൻ, മോഡറേറ്റുകാരും എക്സ്ട്രീമിസ്റ്റുകാരും ഒന്നിച്ച സെഷൻ. ഇനി മൂന്നാമത്തെ ലക്നൗ പാക്ട് സൈൻ ചെയ്തതും ഈ സെഷനെ വെച്ചിട്ടാണ്. ലക്നൗ പാക്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ഇവിടെ പറഞ്ഞല്ലോ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടാണ് ലക്നൗ പാക്ട് സൈൻ ചെയ്തത്. കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ബാലഗംഗാധര തിലകും മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്നയും കൂടാണ് ലക്നൗ പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ നാഴിക കല്ലായിട്ടാണ് ഈ ലക്നൗ പാക്ടിനെ കണ്ടിരിക്കുന്നത്. ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും, കോൺഗ്രസും മുസ്ലിം ലീഗും കൂടാണ് ലക്നൗ പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ ഒരു പാർട്ടിയായിട്ട് അംഗീകരിക്കുക, അവർക്ക് ഇലക്ഷനിൽ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുകയും ചെയ്യുക. അത് ആക്ച്വലി ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അത് ഉണ്ട്. ആക്ച്വലി ബ്രിട്ടീഷുകാരൊരു റിഫോംസ് കൊണ്ടുവരും, മിന്റോ മോർലി റിഫോംസ് എന്ന് പറയുന്നത് 1909. അതിൽ ഈ മുസ്ലിം ലീഗിനെ ഒരു പാർട്ടിയായിട്ട് അംഗീകരിക്കുകയും അവർക്ക് ഒരു ഇലക്ഷൻ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇന്ത്യക്കാർ അത് അംഗീകരിക്കുന്നില്ല. മിന്റോ മോർലി റിഫോംസിനെ കോൺഗ്രസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നീട് ഈ ലക്നൗ പാക്ട് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിനെ ഒരു പാർട്ടിയായിട്ട് അംഗീകരിക്കുകയും അവർക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഹിന്ദു മുസ്ലിം ചരിത്രത്തിലെ നാഴികക്കൽ, അവരുടെ ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടാണ് ലക്നൗ പാക്ടിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് തിലകും ജിന്നയും കൂടാണ് സൈൻ ചെയ്യുന്നത്. അപ്പൊ ലക്നൗ പാക്ട് സൈൻ ചെയ്ത സെഷൻ, മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ഒന്നായ സെഷൻ, ഗാന്ധിജി നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സെഷനൊക്കെ 1960 ലക്നൗ സെഷനാണ്. പ്രിസൈഡ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ AC മജുംദാർ ആണ്. AC മജുംദാർ സെഷൻ 1960 സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കുറെ ഒരു നിങ്ങളുടെ ഹിസ്റ്ററിയിൽ, ആക്ച്വലി ഇത് മോഡേൺ ഹിസ്റ്ററിയാണ്, INC അല്ലേ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് INCയുടെ സെഷനിൽ നിന്നാണ് നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസും എടുത്തിരിക്കുന്നത്. മോഡേൺ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. അപ്പം INCയുടെ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ അത് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അതിനകത്ത് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ INC എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കുറെ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. നമുക്കൊരു ക്ലാസ് തന്നെ എടുത്താലേ അത് തീരത്തുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതും അതിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാം, അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറേയധികം കാര്യങ്ങൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്യുക. അറിയാൻ വയ്യാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.